ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശുദ്ധമായ മുളപ്പിച്ച റാഗിപ്പൊടി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണ് തയ്യാറാക്കുന്നത്. ഈ റാഗിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. റാഗി കഴുകി മുളപ്പിച്ച ശേഷം 2 ദിവസം വെയിലത്ത് ഇട്ട് ഉണക്കിയെടുത്ത് മില്ലിൽ പൊടിപ്പിച്ചെടുത്ത പൊടിയാണിത്. ഈ പൊടി ഇതുപോലെയുള്ള പാത്രത്തിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടാകാതെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ പണിയും ലാഭമാവും. ഇടയ്ക്കിടയ്ക്ക് റാഗി മുളപ്പിച്ച് പൊടിച്ചെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരുമിച്ച് പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്. ഇനി ഈ പൊടിയിൽ നിന്ന് ഒരു 3 ടീസ്പൂൺ പൊടി ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി നമുക്ക് അടച്ച് വെക്കാം. കാറ്റ് കയറാതെ അടച്ച് വെക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം. നല്ലപോലെ കലക്കിയെടുക്കണം. മുളപ്പിക്കാത്ത റാഗിയിൽ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. മുളപ്പിച്ച റാഗിപ്പൊടിയിൽ അതിനേക്കാൾ 10 ഇരട്ടി ഔഷധ ഗുണങ്ങളുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം 1.5 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ പൊടി ഒന്നും കൂടെ ഇളക്കി കൊടുത്ത ശേഷം ഒഴിച്ചു കൊടുക്കണം. അടിയിൽ എന്തെങ്കിലും പൊടി കട്ടയായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇളകി കിട്ടും. ഒന്നും കൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് പാത്രത്തിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോവും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം. റാഗിയിൽ ധാരാളം ഫൈബർ, അയൺ, കാൽസ്യം, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻ്റെല്ലാം അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഷുഗറും കൊളസ്ട്രോളും കുറക്കാനും വെയിറ്റ് കുറക്കാനും ഒക്കെ സഹായിക്കുന്നു. റാഗി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് തന്നെ തണുത്ത ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പഴുത്ത പപ്പായ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പപ്പായക്ക് പകരം പഴമോ ആപ്പിളോ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് അടിച്ചെടുക്കാം. പപ്പായ ചേർത്ത് കൊടുത്ത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 5-8 ഈത്തപ്പഴം കുരു കളഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. വെള്ളത്തിന് പകരം തേങ്ങാപ്പാലോ പാലോ ചേർത്ത് അടിച്ചെടുക്കുക. പഞ്ചസാരയും ചേർത്തിട്ടില്ല. പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നിലക്കടലയും അണ്ടിപ്പരിപ്പും പൊടിച്ചതും ചേർത്ത് തരിതരിയായി പൊടിച്ചെടുത്തതാണ്. അതിനൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിച്ചെടുക്കണ്ട. ഇതിനെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ മുഴുവനായി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അടിക്കാണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൽ മധുരം ചേർത്തിട്ടില്ല. മധുരം ഈ പപ്പായേൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയും മധുരം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ മധുരം ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റാഗി സ്മൂത്തി റെഡിയായി. ഇനി ഇതിന് മുകളിലായി കുറച്ച് ഈന്തപ്പഴവും പിസ്തയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയെ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന് തിളക്കം കിട്ടാനും മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു. അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട് ഈ റാഗി നമ്മൾ സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ റാഗി സ്മൂത്തി റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.